നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. വേറൊന്നുമില്ല, കൂന്തൽ മസാലയാണിത്. കൂന്തൽ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇവിടെ നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക വേണ്ടത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ഇത് ഒരു പിടിയുണ്ട്, പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഒരു ഇഞ്ചി നീളത്തിൽ ഇഞ്ചിയുടെ പീസും, കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് പച്ചമുളക് എടുക്കാം. ഇനി ഇവിടെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിൽ ജാറിലിട്ടിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഈ പ്രഷർ കുക്കറിലോട്ട് ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ചേർക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കണം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ മസ്റ്റായിട്ട് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ മസാല അടിയിൽ പിടിക്കും. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒറ്റൊരു വിസിൽ വന്നാൽ മതി. അത് എത്രത്തോളം ഉള്ളി ഉണ്ട് എങ്കിലും, അത് എത്രത്തോളം കണ്ടൻറ്റ് ഉണ്ടെങ്കിലും ഒരു വിസിൽ മതിയാകും വെജിറ്റബിൾസ് കുക്കായിട്ട് വരാൻ. അപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഇവിടെ ഞാൻ കൂന്തൽ എടുത്തിട്ടുണ്ട്. കൂന്തലിനെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രഷർ കുക്കറിലോട്ട് ചേർക്കാം. ഇത് 1 കിലോ കൂന്തലുണ്ട്. നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറക്കാം. ഒരുപാട് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ക്രഷ് ചെയ്തത് കൊണ്ട് തന്നെ മസാല ഒന്നും ഉടയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ക്രഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഒരു പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉടച്ചു കൊടുക്കാവുന്നതാണ് മസാല. ഇനി ഇതിലോട്ട് ഞാൻ പൗഡറുകൾ ചേർക്കണം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. മല്ലിയുടെ അളവ് കുറയുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇനി ഇത് മുളക് പൊടിയാണ്. അത്യാവശ്യം എരിയുള്ള മുളക് പൊടി എത്തും. 1 ടീസ്പൂണാട്ടോ ചേർത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കാന്താരി മുളകും ചേർത്തിട്ടുണ്ടല്ലോ. ഇനി അവസാനമായിട്ട് കുരുമുളകും ചേർക്കും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലകളൊക്കെ ചേർക്കുന്നത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് കേട്ടോ. സ്പൈസ് ലെവൽ കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കൂന്തൽ ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിച്ചെടുത്തിരിക്കുക കേട്ടോ. വെള്ളം ഇല്ലാതെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊരു മസാല ടൈപ്പല്ലേ വേണ്ടത്, ഗ്രേവി ടൈപ്പല്ലല്ലോ. നമ്മൾ നേരത്തെ ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഉപ്പ് മതിയാവില്ല, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കൂന്തൽ മസാല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ചിക്കനും ബീഫൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഉലുവ, പെരുംജീരകം ഇവ കൂടെ ചേർക്കാം. ഞാൻ 1/4 ടീസ്പൂൺ വീതം രണ്ടും എടുത്തിട്ടുള്ളത്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. ഞാൻ കുക്കർ തുറക്കാം കേട്ടോ. നമ്മുടെ ഗ്രേവിയിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ ഗ്രേവി വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്രേവി ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ച് ഗ്രേവി വറ്റിക്കാം. കൂന്തൽ ഒന്ന് വറ്റി വരും. ഇനി വേണമെങ്കിൽ ഇത് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ അത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഈ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മസാല ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഒരുപാട് ഒരു വാട്ടറി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂന്തൽ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു മസാല പരുവത്തിലായിട്ടുണ്ട്. എന്നാലോ കുറച്ച് വാട്ടറി ആണ് അതിനും. നമുക്ക് റോട്ടിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പരുവത്തിലാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഫൈനൽ ടച്ച് കൊടുക്കാം. ഞാനിവിടെ 1 പിഞ്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇത് കുരുമുളകാണ്, ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് കേട്ടോ. ഇത് ചേർക്കാം. 1 ടീസ്പൂൺ ആണിത്. ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. അതിന് ശേഷം വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ റോസ്റ്റ് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. 5 മിനിറ്റിന് ശേഷം വേണം ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. ഈ സ്മെല്ലെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ
നമ്മുടെ കൂന്തൽ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ചൂടോട് കൂടി ഇത് പത്തിരി, ചപ്പാത്തി, അപ്പം, അതുപോലെ തന്നെ റൈസുകൾ, റോ റൈസ്, സ്റ്റീംഡ് റൈസ്, ഇവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.